ഇന്നൊരുപാട് സങ്കടത്തിലാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞില്ലേ ആ സങ്കടപ്പെടുത്തുന്ന വാർത്ത? ഇതാദ്യമായിട്ടല്ല നമ്മുടെ കേരളത്തിൽ, വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം? അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഓരോ വാർത്തകൾ വരുമ്പോഴും നമ്മളെല്ലാവരും സങ്കടപ്പെടും. പിന്നീട് വീണ്ടും പുതിയ പുതിയ വാർത്തകൾ വരും. കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ വീണ്ടും മറക്കും. ഇനി ഇത് ആവർത്തിച്ചുകൂടാ. ഈ പ്രായപൂർത്തി 18 18 മുമ്പ് എന്തും ചെയ്യാം എന്ന ധാരണയാണ് കുഞ്ഞുങ്ങൾക്ക്. അത് മാറണമെങ്കിൽ ഇനി ആ ഒരു 18 വയസ്സ് എന്നുള്ളത് ഒരു 15 വയസ്സിലേക്ക് മാറ്റണം. അതുപോലെ നമ്മുടെ മക്കൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരൊരിക്കലും മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യരുത്. അവരോട് പ്രത്യേകം പറയണം, എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ട് വീട്ടിലേക്ക് കയറി വന്നാൽ നിന്നെ ഞങ്ങൾ ഒരിക്കലും ചേർത്ത് പിടിക്കൂല, നിനക്ക് വേണ്ടി കോടതികൾ കയറി ഇറങ്ങാൻ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് സ്വന്തം മക്കളോട് നമ്മൾ ഓരോ അച്ഛനമ്മമാർ പറയണം. അവരുടെ മനസ്സിലൊരു ഭീതി വേണം. ആ കുഞ്ഞ് പറയുന്നുണ്ട്, ഞാനാണ് കൊന്നത്, ക്രൂരമായ ബലാത്കാരം ചെയ്തു. ഇതൊക്കെ പറഞ്ഞ് തെറ്റും സമ്മതിച്ചു. എന്നിട്ട് അവന് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചൊരു ശിക്ഷയില്ല. ദുർഗുണ പാഠശാല. അവിടെ അയച്ചിട്ട് അവൻ എന്ത് ചെയ്യാനാ? ആ കുഞ്ഞ് മരിച്ചപ്പോൾ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവില്ലേ? ആർത്ത് വിളിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാൻ നമ്മുടെ നാട്ടിൽ ആരും ഉണ്ടായില്ല. നഷ്ടപ്പെട്ടത് ആർക്കാണെന്നറിയോ? ആ അച്ഛനും അമ്മയ്ക്കും മാത്രം. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ നീലിനെ പോലും വിശ്വസിക്കരുത്. നമ്മുടെ ലോകം അങ്ങനെയാണ്. നിങ്ങൾക്കൊരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകും. നിങ്ങളെ പൊന്നു പോലെ നോക്കാം, നിങ്ങളെ കല്യാണം കഴിക്കാം, അങ്ങനെ ഒരുപാട്. അതിലൊന്നും നിങ്ങൾ വീണു പോകരുത്. ഇപ്പോൾ ഈ പ്രായം പഠിക്കാനുള്ളതല്ലേ, നന്നായിട്ട് പഠിക്കുക. കാരണം എന്താ അറിയോ? നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങൾക്ക് വേണ്ടി അവരെ ജീവിതം മുഴുവനും ത്യജിച്ചതാണ്. അവരുടെ സുഖസൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. നിങ്ങൾക്കൊന്നേ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളൂ, സത്യസന്ധമായ സ്നേഹം. നിങ്ങളെ അവർ മറന്നിട്ട് ഒരു കളിക്കും പോകരുത്. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരുപാട് ചിന്തിക്കുക, ഒരു 100 വട്ടം ചിന്തിക്കുക എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്. ഇനിയും ഇതുപോലുള്ള ചതിക്കുഴികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളൊന്നും ഇപ്പോൾ നോർമലല്ല. അവർ മയക്കുമരുന്നിനൊക്കെ അടിമകളാണ്. എപ്പോഴാണ് മൈൻഡ് മാറുക എന്നറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ നിയമങ്ങളെല്ലാം മാറ്റി എഴുതണം. കൊന്നവനെ കൊല്ലുന്ന സിസ്റ്റം വരണം. അങ്ങനെ വന്നില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറും.